നമസ്കാരം. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ ഈ സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഒരു ആവറേജ് ഫീലാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. സംവിധായകൻ പ്രവീൺ നാരായണൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ സിനിമ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് അദ്ദേഹം ഒരുക്കുന്നതെന്നാണ് ഒരു ചാനൽ ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിനകത്ത് കുറെ ഡയലോഗുകളൊക്കെ ഓവറായിട്ട് എക്സാജറേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ മാത്രം കോഡ് റൂം ഡ്രാമയാണ്, പക്ഷേ ഒരു ഒരു ഹൈ മൂവ്മെന്റ്സ് ഒന്നും എവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് കണ്ടിരിക്കാം. പിന്നെ ഈ അനുപമ പരമേശ്വരന്റെ ക്യാരക്ടറാണല്ലോ ഈ ഒരു ഇത് സംഭവിക്കുന്നത്, പീഡനം സംഭവിക്കുന്നത്. അപ്പോ അവർക്ക് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് പേഴ്സണൽ ഒരു ഫീൽ ഒന്നും തോന്നില്ല. ഓ അങ്ങനെ സംഭവിച്ചു, ഓക്കെ, ഒരു കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാതെ അത് നമ്മളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നില്ല. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്കൊരു വിന്റേജ് സുരേഷ് ഗോപിയെ കാണാം എന്നുള്ള പ്രതീക്ഷ ഇതിനകത്തിലേക്ക് പോകണ്ട. അത് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയിൽ മാത്രമാണുള്ളത്, അല്ലാതെ ഇതിനകത്ത് അത്തരത്തിലുള്ള ഒന്നും തന്നെ സുരേഷ് ഗോപിയുടെ ക്യാരക്ടറിനില്ല. അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടർ നല്ലതാണ്, അദ്ദേഹം അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മാസ് സിനിമയൊന്നുമല്ല, ഇതിനകത്ത് സ്ക്രിപ്റ്റ് വൈസ് ഈ സിനിമ മാസേ അല്ല. സുരേഷ് ഗോപി ചില ഡയലോഗുകൾ പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ സ്റ്റൈൽ നമുക്കൊരു മാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റിനകത്ത് മാസ് തള്ളിക്കേറ്റിട്ടില്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് കുറച്ച് കല്ലുടിയായിട്ട് തോന്നിയിട്ടുള്ളത് അനാവശ്യമായിട്ട് കുറച്ച് പാട്ടുകൾ വരുന്നുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു. ഇതിനകത്ത് തുടക്കത്തിലൊരു പാട്ടുണ്ട്, പിന്നെ ഈ നന്ദി പറച്ചിൽ കഴിഞ്ഞ സമയത്ത് അത് നല്ലതായിരുന്നു. അതല്ലാതെ ഇതിനകത്ത് വേറെ ഒരു പാട്ടുകളും എല്ലാ പാട്ടുകളും മിസ്പ്ലേസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്തരത്തിൽ അതിനുള്ള സ്കോപ്പൊന്നും ഈ സ്ക്രിപ്റ്റിനകത്തില്ല. ഇത് പാട്ടില്ലാതെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കിട്ടുമായിരുന്നു, പക്ഷെ പാട്ടിന്റെ ഒരു ആവശ്യമില്ല. അത്തരത്തിലുള്ള അനാവശ്യമായിട്ട് 2-3 പാട്ടിനകത്ത് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട്, അതൊന്നും വേണ്ടിയിരുന്നില്ല. സിനിമയുടെ പേര് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആണല്ലോ. അപ്പോ ഇതിനകത്ത് പിന്നെ സർക്കാരിനെ ആയിരിക്കും പ്രതിപാദിക്കുന്നത് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതിനകത്ത് തുടക്കത്തിലോ മറ്റ് കുറെ സ്ഥലങ്ങളിലൊന്നും തന്നെ, കുറെ സ്ഥലങ്ങളില്ല, സിനിമയിൽ എങ്ങും തന്നെ ഒരു പാർട്ടിയുടെ പേര് പരാമർശിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊടിയുടെ നിറം കാണിക്കുകയോ ഏതെങ്കിലും കൊടി കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു സീനിൽ മാത്രം അവർ കാണിച്ചിരുന്നുണ്ട് ഏത് സർക്കാരാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്ക് ഒരു പാട്ടിനകത്ത് ഇടയ്ക്ക് അതിന്റെ ഷോട്ടിനകത്ത് ഒരു പിണറായി വിജയന്റെ ഒരു ഇത് വരുന്നുണ്ട്. പിണറായി വിജയൻ ഒറിജിനൽ പിണറായി വിജയൻ അല്ല, അദ്ദേഹത്തെ കൂട്ടിരിക്കുന്ന തന്നെ ഹെയർ സ്റ്റൈലെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ട്, നരയൊക്കെ അങ്ങനെ തന്നെ വെച്ച് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഫേസ് കട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു സെക്കൻഡ് എങ്ങാണ്ടേ ഉള്ളൂ. അവിടെ മാത്രമാണ് ഏത് സർക്കാരാണെന്നൊക്കെ മനസ്സിലാവുന്നത്. അനുപമ പരമേശ്വരന്റെ ക്യാരക്ടർ, ജാനകി എന്നുള്ള ക്യാരക്ടർ, ടൈറ്റിൽ ക്യാരക്ടർ, അത് പിന്നെ അവരുടെ ക്യാരക്ടർ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. അവരിലൂടെയാണ് ഈ ഇമോഷൻ പോകുന്നത്, അവരിൽ നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ ഈ പറയുന്ന പീഡനത്തിന്റെ ആ ഒരു ഇത് നടക്കുമ്പോൾ തന്നെ അത് നമ്മളിലേക്ക് കൂടുതൽ അങ്ങോട്ട് ആഴ്ന്ന് ഇറങ്ങുന്നതിൽ ഈ പറഞ്ഞ സംവിധായകൻ ഒരു പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇതിനകത്ത് ഹൈ മൂവ്മെന്റ്സ് തരാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വരുന്ന സമയത്ത് ഒരു ഫൈറ്റ്, ഒരു 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു ഉത്സവം, ആ ഉത്സവത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. അതിന്റെ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് വളരെ മോശം. അത് ഒരുപാട് ബെറ്റർ ആക്കാമായിരുന്നു അതിനെക്കാട്ടിലും. അത് വളരെ മോശമായിട്ടാണ് അതിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം ചിലപ്പോൾ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യ കാണുന്ന സമയത്ത് അവർക്കൊരു പക്ഷേ ഇത് പ്രശ്നമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു അമ്പലത്തിൽ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവമാണ്, പക്ഷെ അതിനകത്ത് കാണിക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് മറ്റേ അജയന്റെ 2ാം മോഷണം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ വിളക്കുമായിട്ട് ബന്ധപ്പെട്ട് മോഷണം പോകുന്ന സംഭവങ്ങൾ കാണിക്കുന്ന സമയത്ത് അവിടുത്തെ ആ സിനിമയെ ചൊല്ലിയിട്ടുള്ള ആളുകൾ, ഈ പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് നോർത്ത് ഇന്ത്യയിൽ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോ അതുപോലെ ഇതിനും ഒരു ചാൻസ് ഉണ്ട്. ദിവ്യ പിള്ളയുണ്ട്. ദിവ്യ പിള്ളയെ അത്യാവശ്യം നല്ല ക്യാരക്ടർ തന്നെയായിരുന്നു, അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ശ്രുതി രാമചന്ദ്രൻ, അത് തന്നെ, ശ്രുതി രാമചന്ദ്രനും അവരുടെ ക്യാരക്ടർ, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു നല്ലൊരു സ്ക്രീൻ സ്പേസ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ റോളും അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാധവ് സുരേഷിന്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസ് തന്നെയായിരുന്നു മാധവ് സുരേഷിന്റെ. സുരേഷ് ഗോപിയും മാധവും തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ തന്നെ നല്ലതായിരുന്നു. മൊത്തത്തിൽ ഒറ്റത്തവണ മാത്രം നമുക്ക് പോയിട്ട് കണ്ടുവരാൻ പറ്റുന്ന ഒരു ഗംഭീരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കുറച്ച് ഒരു ആവറേജ് പിന്നെ കോഡ് റൂം ഡ്രാമ ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ തോന്നിയിട്ടുള്ളത്.